കോഴിക്കോട് വിവിധ ലഹരി വിൽപ്പന കേസിൽ അതിഥി തൊഴിലാളി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. യുവാക്കളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്നവരാണ് പിടിയിലായത്. പോലീസും എക്സൈസും ഡാൻസ് ഓഫും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാൻസ് ഓഫും പോലീസും എക്സൈസും ജില്ലയിൽ നിരീക്ഷണം ശക്തമാക്കി. റെയിൽവേ സ്റ്റേഷൻ പരിസരം, ബസ് സ്റ്റാൻഡ്, മാളുകൾ, ലോഡ്ജ്, ബീച്ച്, വിദ്യാലയങ്ങളുടെ പരിസരങ്ങൾ എന്നിവിടങ്ങളിലാണ് നിരീക്ഷണം ശക്തമാക്കിയത്. ഇന്ന് മാത്രം 4 പേരെയാണ് ലഹരി കേസിൽ പിടികൂടിയത്. കുന്നമംഗലം കള്ളൻതോട് കരിയാംകുളങ്ങരയിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളിയാണ് പിടിയിലായത്. 6 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശിയാണ് അറസ്റ്റിലായത്. കുന്നമംഗലം എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന കഞ്ചാവ് കേസിലെ പ്രതി കല്ലായി ചക്കുംകടവ് സ്വദേശി വലിയകം പറമ്പിൽ ഫിറോസാണ് മറ്റൊരു പ്രതി. സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്താനായി വന്ന 2 പേരാണ് കുന്നമംഗലത്തെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. മുണ്ടിക്കൽ തായം സ്വദേശി ഷാഹുൽ ഹമീദ്, പാലക്കോട്ട് വയൽ സ്വദേശി കുക്കുട്ടൻ എന്ന് വിളിക്കുന്ന അതുൽ പി എന്നിവരാണ് അറസ്റ്റിലായത്. ഡാൻസ് ഓഫും കുന്നമംഗലം പോലീസും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയത്. ഇവരിൽ നിന്ന് 28 ഗ്രാം MDMA പിടികൂടി. ബംഗളൂരുവിൽ നിന്നും MDMA കോഴിക്കോട്ടേക്കെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനികളാണ് ഇരുവരും. കുന്നമംഗലം, കാരന്തൂർ ഭാഗങ്ങളിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന. 24 കോഴിക്കോട്.